ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധ പോസ്റ്റർ ഉയർത്തി ബി.ജെ.പി. കൗൺസിലർ പി. ജയൻ. ചെർപ്പുളശ്ശേരി ടൗണിലെ നിലവിലെ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി ഗ്രാമീണ റൂട്ടുകളുടെയും പാലക്കാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ബസ്സുകൾ പുത്തനാൽക്കൽ സ്റ്റാൻഡിലേക്ക് തിരിച്ചുവിട്ടതോടെ യാത്രക്കാർ കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി പി. ജയൻ ആരോപിച്ചു. ദിവസവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന നിരവധി ആളുകളാണ് ടൗണിലെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ പുത്തനാൽക്കൽ സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം വീണ്ടും ബസ് കയറിയോ ഓട്ടോറിക്ഷ ഉപയോഗിച്ചോ അധിക പണവും സമയം ചെലവഴിച്ചാണ് ഗവൺമെന്റ് ആശുപത്രി, നഗരസഭ, കൃഷിഭവൻ, മൃഗാശുപത്രി, ഹൈസ്കൂൾ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, AEO ഓഫീസ്, ബാങ്കുകൾ, തിയേറ്ററുകൾ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തേണ്ടി വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗതാഗത പരിഷ്കരണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള സൗജന്യ സർവീസ് 2 ആഴ്ച പിന്നിട്ടിട്ടും നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പരാമർശിച്ചു. ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ ഭേദപ്പെടുത്തിയത് പരിഹരിക്കാനുള്ള മാർഗം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും അത് പരിഗണിക്കാത്തത് ശരിയല്ല എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ ഇസാക്ക സൂചിപ്പിച്ച പോലെ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഈ ഇപ്പോഴത്തെ പുത്തനാൽക്കൽ സ്റ്റാൻഡിൽ മാത്രം ബസ്സുകൾ വന്നു പോകുന്ന ഈ ഒരു രീതിയോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പരാതികൾ, നിവേദനങ്ങൾ ഒക്കെ ഇവിടെ ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുക, ഞാൻ കക്ഷി രാഷ്ട്രീയം വേർതിരിച്ച് ഞാൻ പൊതുവേ ഞാൻ കാണാറില്ല. എന്നിരുന്നാൽ പോലും ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇക്കാര്യത്തിൽ ഒരു തരിമ്പും പിന്നോട്ട് പോവില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകൾ വരെ പലരോടും ഞാൻ വ്യക്തിപരമായി സംസാരിച്ചു. അവർക്കും ഈ ഒരു തീരുമാനത്തോട് വ്യക്തിപരമായി വിയോജിക്കുന്നു. വ്യാപാരി വ്യവസായി സമിതി നിങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർക്ക് ഈ തീരുമാനത്തോട് വിയോജിപ്പുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയ രീതിയിൽ പരാതികളും നിവേദനങ്ങളുമായിട്ട് ഇവിടെ രംഗത്ത് വന്നു. ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരെണ്ണം ഒഴികെ എല്ലാവരും, ഒരൊറ്റ പ്രസ്ഥാനം ഒഴികെ എല്ലാവരും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഈ കൗൺസിലിനകത്ത് പോലും ഒരുപക്ഷെ എണ്ണമെടുത്ത 16 നിൽക്കുമെങ്കിൽ കൂടി മനസ്സുകൊണ്ട് ഇത് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിൽ കൂടുതലുണ്ട്. അപ്പൊ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ മറ്റ് ഒരു തരത്തിലുള്ള ഇത് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരികളുടെ കച്ചവടത്തെയും ഇത് സാരമായി ബാധിച്ചതായും പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം എപ്പോൾ പൂർത്തിയാക്കുമെന്നതിൽ വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ നിലവിലെ യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധ പോസ്റ്റർ ഉയർത്തി പി. ജയൻ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. നഗരസഭാ നിലപാട് പുനഃപരിശോധിച്ച് ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുക്കണമെന്ന് ഉറപ്പ് ലഭിക്കുന്നതുവരെ പോസ്റ്റർ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.